വിവാദങ്ങൾക്കൊടുവിൽ കേരള സ്റ്റോറി 2 കാണാൻ ഹൈക്കോടതി. സിനിമയെക്കുറിച്ച് ആശങ്കയുള്ള ജനങ്ങളുണ്ട്, അത് കാണാതിരിക്കാൻ ആകില്ല എന്ന് കോടതി പറയുകയാണ്. സിനിമയുടെ ടീസർ നീക്കം ചെയ്യാമെന്ന് സൺഷൈൻ പിക്ചേഴ്സും അറിയിച്ചു. എന്നാൽ ടീസറും ട്രെയിലറും പിൻവലിക്കണമെന്നും കോടതി പറഞ്ഞിരിക്കുകയാണ്. ബിനിൽ വലിയ ആശങ്കകൾ ഒരുപാട് പേരുടെ ഭാഗത്തു നിന്നും ഒരുപാട് ഉയരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ വരുന്നത്. കോടതി ഈ സിനിമ കാണുമെന്ന് പറയുമ്പോൾ അതിൻ്റെ കണ്ടന്റ് കോടതി കൂടി ബോധ്യപ്പെടുന്ന ഒരു നിലയിലേക്ക് എത്തുകയാണോ ബിനിൽ? പ്രതീക്ഷ 27-ന് കേരള സ്റ്റോറിയുടെ 2ാം ഭാഗം റിലീസ് ചെയ്യാനിരിക്കെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. സിനിമ കാണാൻ കോടതി താല്പര്യപ്പെട്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് 1:45 ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കും. അപ്പോൾ വിശദമായ ഒരു ഇടക്കാല ഉത്തരവ് തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യും. ഇന്ന് കോടതി പറഞ്ഞ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കേരള സ്റ്റോറിയുടെ 2ാം ഭാഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകൾ പലർക്കുമുണ്ട്. ആ ആശങ്കകൾ കണ്ടില്ല എന്ന് നടിക്കാനാവില്ല എന്നതാണ് കോടതി വ്യക്തമാക്കിയത്. ആ ഒരു ഘട്ടത്തിലാണ് ഇതിന്റെ ടീസർ പിൻവലിക്കാമെന്ന് നിർമ്മാതാക്കളായ സൺഷൈൻ പിക്ചേഴ്സ് ഹൈക്കോടതിയിൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് ടീസർ മാത്രമല്ല, ഇതൊരു ട്രെയിലർ സ്വഭാവത്തിലുള്ളതാണ് എന്ന് ഹർജിക്കാർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. അപ്പോഴാണ് കോടതി പറഞ്ഞത് ട്രെയിലർ ആണെങ്കിലും ടീസർ ആണെങ്കിലും അത് പിൻവലിക്കേണ്ടതുണ്ട് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന പരാമർശം എന്നത് കേരള ഈ സെക്കുലർ, കേരളം മതേതരത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആ മതേതര സ്വഭാവമുള്ള ഒരു നാടാണ് കേരളം. അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദം പുലരുന്ന നാടാണ്. ഇത് കേരളത്തിൽ എല്ലായിടത്തും ഇതുപോലെയാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു തെറ്റായ സന്ദേശം നൽകുന്നതാണ് എന്ന് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഉച്ചയ്ക്ക് 1:45 കേരള സ്റ്റോറിയുടെ 2ാം ഭാഗവുമായി ബന്ധപ്പെട്ട ഹർജി ഇനി കോടതി പരിഗണിക്കുക. അപ്പോൾ ഒരു വിശദമായ ഒരു ഉത്തരവ് തന്നെ കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ മതസമുദായത്തെ വേർതിരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കണ്ടന്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരുപാട് രീതിയിൽ വിമർശനങ്ങൾ വരുന്നത്. കേരളത്തിന്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുമല്ല ഈ ചിത്രത്തിന്റെ നിർമ്മാണം എന്നുള്ളതും ബോധ്യമാവുകയാണ്. അപ്പോൾ കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് 27-ാം തീയതിയാണല്ലോ ഇത് പ്രദർശനം വെക്കുന്നത്. അങ്ങനെ ഒരു എഡിറ്റിംഗ് സ്വഭാവത്തിലേക്ക് കോടതി കൂടി നിർദ്ദേശങ്ങൾ നൽകാനുള്ള സാധ്യത നമുക്ക് കാണേണ്ടി വരുമോ ബിനിൽ? പ്രതീക്ഷ, ഈ ഹർജി പരിഗണിക്കുമ്പോൾ 2 കാര്യങ്ങൾ കോടതി പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം. സർഗാത്മക സൃഷ്ടികൾക്ക് എതിരല്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞിരിക്കുന്ന 2ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കേരളം ഒരു മതേതര സ്വഭാവത്തിൽ ശക്തമായി നിലനിൽക്കുന്ന നാടാണ്. ഇവിടെ മതസൗഹാർദ്ദം പുലരുന്ന ഇടമാണ്. ഇവിടെ എല്ലായിടവും കേരളം മുഴുവൻ ഇങ്ങനെയാണ് എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം ആ സിനിമയുടെ ഭാഗമായി വന്നാൽ അതൊരു തെറ്റായ സന്ദേശം നൽകുന്നതാണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അത് ഈ സിനിമ കാണാൻ പോകുമ്പോൾ അതിനു മുൻപ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന 2 പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ്. അതായത് ഒരു സർഗാത്മക സൃഷ്ടിയാണ് എങ്കിൽ അതിന് കോടതി എതിരല്ല. പക്ഷേ കേരളത്തെ പൊതുവിൽ ഇത്തരത്തിൽ കേരളം മുഴുവൻ ഇങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ സിനിമ കേരള സ്റ്റോറി 2ന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതെങ്കിൽ ഒരുപക്ഷെ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും എന്ന കൃത്യമായ സൂചനയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ 2ാം ഭാഗം നമ്മൾ കണ്ടിട്ടില്ല. അത് കാണുമ്പോൾ മാത്രമായിരിക്കും അതിന്റെ കാര്യങ്ങളിലേക്ക് കോടതിക്ക് അടക്കം പോകാൻ കഴിയും. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ടീസറാണ്. ആ ടീസർ പിൻവലിക്കാമെന്ന് നിർമ്മാതാക്കളടക്കം തന്നെ കോടതിയിൽ വ്യക്തമാക്കി ചെയ്തിട്ടുണ്ട്. അവരുടെ ഉറപ്പാണ് അവർ നൽകിയിരിക്കുന്നത്. ഇനി ഈ സിനിമ എപ്പോൾ കാണും എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം 27-ാം തീയതി റിലീസ് നടത്താനിരിക്കുന്ന സിനിമയാണ്. ഇനി 2 ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ കോടതി വേഗത്തിൽ തന്നെ ആ സിനിമ കാണുകയും അതിലൊരു തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ പറഞ്ഞ 2 വാചകങ്ങളാണ്. കോടതിയുടെ ഭാഗത്ത് നിന്ന് സർഗാത്മക സൃഷ്ടിയാണ് എങ്കിൽ അതിൽ കോടതി ഇടപെടില്ല. അതേസമയം കേരളത്തിന്റെ മതേതര സ്വഭാവത്തെയും അത്തരത്തിൽ സർഗാത്മകതയ്ക്ക് അപ്പുറത്തേക്ക് ചില അംശങ്ങൾ എടുത്ത് കേരളത്തെ പർവ്വതീകരിച്ചുകൊണ്ട് ഇകഴ്ത്തുന്ന തരത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും അത്തരം ഇലമെന്റ് അത് കോടതിക്ക് കട്ട് ചെയ്യേണ്ടി വരികയും നിലപാട് സ്വീകരിക്കേണ്ടി വരികയും ചെയ്യും. കോടതി നേരിട്ട് ബോധ്യപ്പെടട്ടെ.